രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ ദീപ ജോസഫിന്റെ ഹർജിയിൽ അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തു. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ദീപ ജോസഫ്. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്താണ് അതിജീവിത എന്ത് കാര്യം പറഞ്ഞാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ കേസിന്റെ എന്തൊക്കെയാണ് ബാലഗോപാൽ? മോദി, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ നേരത്തെ ഈ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദീപ ജോസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് ഇടയിലാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ആ റിട്ട് ഹർജിയുടെ കണ്ടന്റ് എന്താണ് എന്ന്, ഉള്ളടക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെയും കൃത്യമായ ഒരു വിവരമില്ല. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ അതിജീവിത സുപ്രീം കോടതിയിൽ ഈ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ തടസ്സ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദീപ ജോസഫിന്റെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് തന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഈ റിട്ട് ഹർജിയിലൊക്കെ തടസ്സ ഹർജി നൽകുക എന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. കാരണം റിട്ട് ഹർജിയുടെ ഉള്ളടക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചില്ല. സ്വാഭാവികമായും കേസ് റദ്ദാക്കാനാകാം ഒരുപക്ഷെ ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന അനുമാനത്തിലാകാം ഇപ്പോൾ ഈ തടസ്സ ഹർജിയുമായി അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിജീവിത ആറാടുകയാണ് സുഹൃത്തുക്കളെ, ആറാടുകയാണ്. എല്ലാ കോടതികളിൽ നിന്നും തിരിച്ചടികളും ചോദ്യങ്ങളും ചോദ്യശരങ്ങളും ഏറ്റുവാങ്ങി ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താ പറയുന്നത്? അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫിനെയും കൂടി അറസ്റ്റ് ചെയ്യണം. രാഹുലിനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന വ്യക്തിയാണ് ദീപ ജോസഫ് എന്നാണ് അതിജീവിത പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കോടതികളൊക്കെ പറയുന്നു ഈ പരാതിക്കാരി പറയുന്ന പീഡനവും ബലാത്സംഗവും എവിടെയും കാണാനില്ല, ഇത് അവിഹിതമാണ്, ഇത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ് നിയമത്തിന്റെ യാതൊരു പിൻബലവുമില്ല എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കുമ്പോൾ ഇപ്പൊ സുപ്രീം കോടതി പോവാ ദീപ ജോസഫിനെതിരെ. ദീപ ജോസഫ് തന്നെ അപകീർത്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മേ ബി നാളെ ഇവർ മറ്റൊരു പരാതി കൂടി ചിലപ്പോൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കൊടുക്കും. എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഈ പത്തനംതിട്ട ജില്ലാ കോടതി കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. എവിടെയാണ് പീഡനം, എവിടെയാണ് ബലാത്സംഗം, എവിടെയാണ് സാമ്പത്തിക ചൂഷണം എന്നൊക്കെ കോടതി ഇതൊന്നും കാണാനും കഴിയുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കോടതി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി നാളെ ഒരു കേസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വന്നേക്കാം. മേ ബി അതിനുള്ള സാധ്യതകളുമുണ്ട്. അതാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പരാതിക്കാരിക്ക് പിന്നിൽ AKG സെന്ററിൽ നിന്നുള്ള ആളുകൾ വളരെ കൃത്യമായ പിൻബലവും നിയമോപദേശങ്ങളും നൽകുന്നുണ്ട്. പക്ഷേ ഈ പൊട്ടന്മാരാണ് ഈ നിയമോപദേശം നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഏതുപോലെ പാട്ടിനെതിരെ കേസ് എടുക്കാൻ പറഞ്ഞില്ലേ, അതേ ആളുകൾ. ഫോട്ടോ ഇട്ടപ്പോൾ കേസ് എടുക്കാൻ പറഞ്ഞില്ലേ, അതേ ആളുകൾ. VD സതീശനെ പുനർജനിയിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞില്ലേ, അതേ ആളുകൾ തന്നെയാണ് ഈ പരാതിക്കാരിക്ക് പിന്നിലുമെന്ന് ആവർത്തിച്ച് പറയുന്നത്. അതേ ലൈനിലൂടെ, ഒരേ ലൈനിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. കേസെടുത്ത് പരാതി കൊടുത്ത് എല്ലാവരെയും വായ അടപ്പിക്കാമെന്നാണ് കരുതുന്നത്. ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ഇപ്പോൾ ആദ്യ കൂടിക്കാഴ്ച തന്നെ പീഡനം. അപ്പോൾ കോടതി ചോദിക്കുക, പിന്നെന്തിനാ രാഹുലിനെ വിദേശത്ത് കൊണ്ടുപോയേ? പിന്നെന്തിനാ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തേ? പിന്നെന്തിനാ സാമ്പത്തിക സഹായം ചെയ്തേ? പിന്നെന്തിനാ ഫ്ലാറ്റ് 2 BHK വേണോ 3 BHK വേണോ എന്നുള്ള ചർച്ചകൾ നടത്തിയേ? അപ്പോൾ ഇത് ചോദിച്ചാൽ ഉടനടി അടുത്ത കേസ്. ഇതേ ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നു. ദീപ ജോസഫും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും പാടില്ല. ചോദ്യങ്ങളെ ഭയാണ്. ആരെപ്പോലെ? നമ്മളെ രാജാവിനെ പോലെ. രാജാവ് കുറേ കാലം മാധ്യമങ്ങളെ കാണാറുണ്ടായില്ല. ഇപ്പൊ കാണുന്നത് റേഡിയോ പോലെയാ. ഒരൊറ്റ പറച്ചിൽ, ഒരു ശ്വാസത്തിൽ പറഞ്ഞു തീർത്തിട്ട് അങ്ങോട്ട് എണീറ്റ് പോകും. ഈ ഭയമാണ്. ആരും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. ഇവർ പറയുന്നതൊക്കെ നമ്മൾ വെള്ളം തൊടാതെ അങ്ങോട്ട് വിഴുങ്ങണം. അതാണ്. ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം ദീപ ജോസഫിനെതിരെ പരാതി കൊടുത്തു പോലീസിന്, എന്നെ അധിക്ഷേപിച്ചു. പോലീസാണെങ്കിലോ പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ പരാതി എഴുതി വാങ്ങിയിട്ട് കേസെടുക്കാൻ വേണ്ടി നടക്കുകയാണ്.
ദീപ ജോസഫിനെതിരെ കേസെടുത്തു. ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്യുന്നു. അവർ സുപ്രീം കോടതിയിൽ എന്ത് ചെയ്തു? ഒരു റിട്ട് ഫയൽ ചെയ്തു. ഈ റിട്ട് ഫയൽ ചെയ്തപ്പോൾ തടസ്സ ഹർജി ആരെ വക? അതിജീവിതയുടെ വക. എനിക്ക് മനസ്സിലാവാത്തത് ഇതിന് മാത്രമൊക്കെ പണം എവിടുന്നാണെന്നേ. വാരിക്കോരി കൊടുക്കാൻ പണം എവിടുന്നാ? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തി തന്നെ എന്താ പറയേണ്ടത്, താൻ പപ്പരായി എന്ന് പറഞ്ഞ് പരാതിയിൽ പറഞ്ഞ ആള് ഈ സുപ്രീം കോടതിയിൽ പോകാനൊക്കെ പരാതി കൊടുക്കാനൊക്കെ കാശ് എവിടുന്നാ? അപ്പോൾ ഒരു വലിയ എമൗണ്ട് രാഹുലിനെതിരെ പരാതി പറയാൻ വലിയ ഒരു എമൗണ്ട് ഈ പരാതിക്കാരിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുക അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് ഒരു പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പരാതി നൽകണമെന്നുള്ളതാണ്. ആ പരാതി നൽകി അതിൻ്റെ മേലൊരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളെയും ഗൂഢാലോചനകളെയും പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സുപ്രീം കോടതി അഭിഭാഷകർക്ക് ഒരു വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നിയമപരമായിട്ട് എന്തൊക്കെ പറയാൻ പാടില്ല, പരാമർശിക്കാൻ പാടില്ല എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ അവരുടെ പരാതി, അവരുടെ ഈ പറയുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ഞാൻ എവിടെയും യാതൊരു തരത്തിലുള്ള അധിക്ഷേപവും കാണുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ പ്രശ്നമാവുന്നത് എന്താണ്? ഇവർ വിവാഹിതരാണ്. ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം. കാരണം എന്താ? ഭർത്താവ് അറിയും. ഈ പറഞ്ഞ ചതിയും വഞ്ചനയും ഭർത്താവിൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു കാട്ടപ്പെടുകയാ. അത് പ്രശ്നമാണ്. അപ്പോൾ വിവാഹിതയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പം. അപ്പോൾ വിവാഹിതരായ ആളുകൾ പാലിക്കേണ്ട ഈ പറയുന്ന സോഷ്യലായിട്ടുള്ള റിലേഷൻഷിപ്പിനോട് ബന്ധപ്പെട്ടുള്ള മൊറാലിറ്റിയും എത്തിക്സും ഒക്കെ ആരെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ പൊള്ളും. കാരണം എന്താ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് രാഹുലിൻ്റെ കൂടെ പോയി കിടന്നത്, രാഹുലിനെ വിദേശത്ത് കൊണ്ടുപോയി കിടന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഭർത്താവിനെ വഞ്ചിച്ച് ദ്രോഹിച്ച് നടത്തിയ നടപടികളാണ്. അപ്പോൾ ഇത് പുറത്തേക്ക് പറയുമ്പോൾ വല്ലാതെ പൊള്ളുക. മനസ്സിലായില്ലേ? ഈ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി തന്നെ നമ്മളോട് ചോദിക്കുന്നത് കണ്ടു. എന്താ കോടതി ചോദിക്കുന്നത്? കോടതി ചോദിക്കുന്നു, വിവാഹിതയായി ഭർത്താവുള്ള, നിയമപരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലും ബന്ധം വേർപ്പെടുത്താൻ ഇതുവരെ ഒരു നടപടികളും സ്വീകരിക്കാത്ത യുവതിക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയോട് എങ്ങനെയാണ് വിവാഹം ചെയ്തോളാമെന്ന് ഒരാൾക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും സാധാരണക്കാരായ മനുഷ്യന്മാരും അതുപോലെ നിയമം അറിയുന്ന ആളുകളും പരാതി കാണുമ്പോൾ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഉടനടി അധിക്ഷേപം, ആക്ഷേപം, പരാതി, കേസ്. ഇപ്പം സുപ്രീം കോടതിയിലാണ്. എന്താ ഭയം? ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനകൾ ആരെങ്കിലും വെളിപ്പെടുത്തുമോ എന്നുള്ള ഭയം. അപ്പോൾ ഇതിനെതിരെ ആരും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പരാതികൾ കൊടുക്കുക. ഈ പരാതി കിട്ടിയാൽ ഉടനടി നമ്മളെ ഈ റോക്കറ്റ് ജെറ്റ് എന്നൊക്കെ പറയുന്നില്ലേ, വളരെ സ്പീഡുള്ള, അതുപോലെ അതിവേഗത്തിലാണ് പരാതി കൊടുത്താൽ പിന്നെ അടുത്ത നടപടികൾ. പരാതി കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഉടനടി വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്ത് ചെയ്തു? രജിസ്റ്റർ ചെയ്യുന്നു, FIR ഇടുന്നു. അപ്പോൾ ആരും ഒന്നും മിണ്ടരുത്, ആരും ചോദ്യങ്ങൾ ചോദിക്കരുത്. ചോദിച്ചാൽ എന്താ പ്രശ്നം? ചോദിച്ചാൽ കള്ളക്കളിയെല്ലാം പുറത്താകും. അപ്പോൾ രാഹുലിനെതിരെ ഈ നടത്തിയ വേട്ടയെല്ലാം വെറുതെയാകും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീപ ജോസഫിനെതിരെയും പരാതി. ദീപ ജോസഫ് എന്നിട്ട് ഒരു റിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അതിൽ തടസ്സ ഹർജി. എനിക്ക് പറയാനുള്ളത് കേൾക്കണോ? ഈ പറയാനുള്ളത് കേട്ടിട്ടാണ് കോടതികൾ മൊത്തം എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ സാമ്പത്തിക ചൂഷണം ഉള്ള ചോദ്യങ്ങൾ മൊത്തം ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മതിയാവാഞ്ഞിട്ടാണോ? ഇനിയും എനിക്ക് പറയാനുള്ളത്, എന്നാ പറയാനുള്ളത് പറഞ്ഞു. ഒറ്റഘട്ടത്തിലെ ഈ പരാതിയെ പൊളിഞ്ഞു ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരാതിയിൽ പറയുന്നത് എന്താ? ഇതിൻ്റെ ആകത്തുക എന്താ? ആദ്യം കൂടിക്കാഴ്ച കണ്ടപ്പോൾ തന്നെ, ആദ്യ കാണൽ തന്നെ ബലാത്സംഗം ചെയ്തു, പീഡനം ചെയ്തു, പീഡിപ്പിച്ചു അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കൂടെ കിടന്നതോ? അപ്പോൾ അതിന് മറുപടിയില്ല. പിന്നെയും പറയാണ് എനിക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? എല്ലാവരും പിടിച്ച് അകത്തിടണമെന്നാണോ പറയാനുള്ളത്? അതോ എന്നോട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണോ? അതെങ്ങനെ ശരിയാവും? അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ജില്ലാ കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. കോടതി എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. മേ ബി
സംഭവിക്കാം. കാരണം AKG സെൻറ്ററിലുള്ള ഏതോ മന്ദബുദ്ധികൾ ഇങ്ങനെ ഓതിക്കൊടുക്കുക, അവരാണ് കരുക്കൾ നീക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ ഈ വിദേശത്തിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ വലിയ ഇത്രമാത്രം പരാതി കൊടുക്കാൻ കഴിയുമോ? അത് എനിക്ക് മനസ്സിലാവാത്തത്, പിണറായി വിജയൻ്റെ മുമ്പിൽ ഒരു ചലച്ചിത്ര പ്രവർത്തക ഒരു പരാതി കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് പിണറായി വിജയൻ അണ്ണാക്കിൽ തള്ളിയതായിരുന്നു. ഈ ഇമെയിലിൽ വരുന്ന പരാതികൾ മൊത്തം വിജയൻ എന്തായാലും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നറിയാം. അപ്പോൾ ആരോ ഒരാൾ മെയിൽ ബോക്സും തുറന്നു വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഈ പരാതികൾ വരുന്നത് പ്രത്യേകം നോട്ട് ചെയ്യാൻ, അത് ഉടനടി നടപടികൾ എടുക്കാൻ ആരോ ഒരാൾ മെയിൽ ബോക്സും തുറന്നു വെച്ച് അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വിജയൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, അത് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല, ആരോ എഴുതി കൊടുക്കുന്നു, അർത്ഥം പോലും അറിയാതെ അത് വായിക്കുന്നു. ഏത് വൈ ഓൺലി ദ പുവർ എന്ന് ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റുപറയുന്ന മന്ദബുദ്ധി, വൈ ഓൺലി ദ പ്യുവർ, പുവറും പ്യുവറും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ. ഇനി ഈ ആളുകൾക്ക് ഇതെങ്ങാനും എഴുതി കൊടുത്തിട്ടുണ്ട്, പുവർ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ വല്ലതും വായിക്കും. അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള ഗതികേടുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ദീപ ജോസഫിനെ പോലെയുള്ള ആളുകൾ, ഇത് എന്താ പ്രശ്നം എന്നറിയാമോ, ഇത് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെയും ഇതുപോലെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ഈ ദീപ ജോസഫിനെതിരെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പ്രശ്നം? ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സമൂഹത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പരാതിയുടെ ജെന്യൂനിറ്റിയെ ജനങ്ങൾ ചോദ്യം ചെയ്യും, അല്ലേ? കാരണം ഒരു പുരുഷൻ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് പോലെയല്ല സ്ത്രീ സമൂഹത്തിലുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്, അല്ലേ? അപ്പം എന്താക്കുക, ഇവർക്കെതിരെയൊക്കെ പരാതി കൊടുക്കുക. ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ദീപ ജോസഫിനെതിരെ പരാതി കൊടുത്തത്. അപ്പോൾ ഇതിനെതിരെ ആരും വാ തുറക്കരുത്, അതാണ് ആവശ്യം.